بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآله وصحبه الفائزين برضا الله. സ്നേഹിതരെ, ഇമാം ബുഖാരി റഹിമഹുല്ല ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ബൈനൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ജാഅൽ ഹസനു ഫഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നി ഹാദാ സയ്യിദുൻ വലഅല്ലല്ലാഹ അൻ യുസ്ലിഹ ബിഹി ബൈന ഫിഅത്തൈനി മിനൽ മുസ്ലിമീൻ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാഷണം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു അതുവഴി വന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടാളുകളോടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണ്, അതിരറ്റ വാത്സല്യമാണ്. അവരെ കാണുമ്പോഴെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചേർത്ത് പിടിക്കുകയും സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. ചെറിയ കുട്ടിയായ ഹസനെ ആ സമയത്ത് കണ്ടപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എൻ്റെ ഈ മകൻ നേതാവാണ്. എന്നാൽ പിൽക്കാലത്ത് മുസ്ലിങ്ങളെ രണ്ട് വലിയ വിഭാഗങ്ങൾക്കിടയിൽ ഒരു വലിയ രഞ്ജിപ്പും യോജിപ്പും മസ്ലഹത്തും ഉണ്ടാക്കുവാൻ ഈ കുട്ടി കാരണമായി തീരും എന്ന്. അന്ന് ആ പറഞ്ഞത് എന്താണ് എന്ന് സ്വഹാബിമാർക്കാർക്കും മനസ്സിലായിട്ടില്ല. എന്തായിരിക്കും റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? പക്ഷേ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അതിനുശേഷം ഉമറുൽ ഫാറൂഖും പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അതിനുശേഷം അലി ഇബ്നു അബി ത്വാലിബും റളിയല്ലാഹു അൻഹും ഖിലാഫത്ത് ഏറ്റെടുത്തു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊലപാതകത്തോടനുബന്ധിച്ച് ചില അന്തഛിദ്രതകളും അനൈക്യങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലം വളരെ ദുഷ്കരമായിരുന്നു, പ്രയാസകരമായതായിരുന്നു. അന്തഛിദ്രതകൾ വളർന്നു വരികയും അത് പിന്നീട് ഖവാരിജ് എന്ന പ്രത്യേകമായ ഒരു വിഭാഗം രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്തു. പിൽക്കാലത്ത് അവർ വലിയ ശക്തി പ്രാപിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിൻ്റെ ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രൻ, ഫാത്തിമ ബീവിയുടെയും പുത്രൻ. ആളുകളെല്ലാം അദ്ദേഹത്തെ ബൈഅത്ത് ചെയ്തു. എന്നാൽ മുആവിയ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് തനിക്കാണ് വേണ്ടത് എന്ന നിലക്ക് അദ്ദേഹം ബൈഅത്ത് ചെയ്യാതെ മാറി നിന്നു. അദ്ദേഹത്തെ പിന്തുണക്കാനും അദ്ദേഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാനും ഒരുപാട് ആളുകൾ ഉണ്ടാവുകയും ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലാണ് ഉണ്ടായിരുന്നത്. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനത്ത് തുടരുന്നു, നല്ല ഭരണം നടത്തുന്നു. വളരെ കുറഞ്ഞ കാലമേ അദ്ദേഹം ഖിലാഫത്ത് നടത്തിയതുള്ളൂ എങ്കിലും അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിനെ കുറിച്ച് ഖാമിസുൽ ഖുലഫാ റാഷിദീൻ, ഖുലഫാ റാഷിദുകളിൽ അഞ്ചാമത്തവർ എന്ന് പൊതുവെ പറയാറുണ്ട്. തനിക്കാണ് അധികാരം വേണ്ടത് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിട്ടുണ്ട്. കാന യറ അന്നഹു അക്സറു ഖുബറത്തൻ, കൂടുതൽ പരിജ്ഞാനവും കൂടുതൽ അറിവും കൂടുതൽ പരിചയസമ്പത്തും തനിക്കാണ് ഉള്ളത്, അതുകൊണ്ട് തനിക്കാണ് ഖിലാഫത്ത് വേണ്ടത് എന്ന്. എന്നാൽ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു ചെറുപ്പമാണ്. അദ്ദേഹം ചിന്തിച്ചതോ കാന യറ അന്നഹുൽ അഹഖു, ഇതിന് ഏറ്റവും അർഹതയും യോഗ്യതയും തനിക്കാണ് എന്നുമാണ്. ഈ അന്തഛിദ്രത ഇങ്ങനെ വളർന്നു വന്നു. പക്ഷേ ഇത് ഒരു വലിയ സംഘട്ടനത്തിലേക്കും അത് വലിയൊരു യുദ്ധത്തിലേക്കും അത് രക്തച്ചൊരിച്ചിലേക്കും എത്തിച്ചേരുമോ എന്നൊരു തോന്നൽ മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായി. ഖവാരിജുകൾ ഒരു ഭാഗത്ത്,
മുആവിയ റളിയല്ലാഹുവിനെ പിന്തുണക്കുന്ന ആളുകൾ മറ്റൊരു ഭാഗത്ത്. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ മുആവിയ റളിയല്ലാഹുവിനോട് നേരിടുകയാണ് എങ്കിൽ ഖവാരിജുകൾ അധികാരം പിടിച്ചെടുത്തേക്കാം. ഖവാരിജുകളെ നേരിടാൻ ശ്രമിക്കുകയാണ് എങ്കിൽ മുആവിയയും ആളുകളും അധികാരം കൈവശപ്പെടുത്തിയേക്കാം എന്ന ഒരു ചിന്ത ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹുവിനുണ്ടായി. അതിനേക്കാളൊക്കെ ഉപരി ഇത് വലിയ സംഘട്ടനത്തിലേക്ക് എത്തുകയും അത് വലിയ രക്തച്ചൊരിച്ചിലുണ്ടാക്കുകയും മുസ്ലിം സമുദായത്തിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാവുകയും ചെയ്യും എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് എങ്കിൽ താൻ തൽക്കാലം അധികാരസ്ഥാനത്ത് നിന്ന് ഒഴിവാകലായിരിക്കും നല്ലത് എന്ന് ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചു. അങ്ങനെയാണ് മഹാനവർകൾ മഹാനായ മുആവിയ റളിയല്ലാഹുവുമായി ആ ഒരു മസ്ലഹത്തിൽ എത്തുന്നത്. ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ടവർ ആ അധികാര സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും മുആവിയ റളിയല്ലാഹുവിനെ ഖലീഫയായി പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. ഇറാഖും ഷാമും രണ്ട് ഭാഗങ്ങളാണ്. ഈ രണ്ട് ഭാഗങ്ങൾക്കിടയിലും വലിയ സംഘട്ടനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് മഹാനായ മുആവിയ റളിയല്ലാഹുവിനോട് മസ്ലഹത്ത് ചെയ്തുകൊണ്ട് ഹസൻ റളിയല്ലാഹു ഇസ്ലാമിക സമുദായത്തെ, മുസ്ലിം സമൂഹത്തെ രക്ഷപ്പെടുത്തിയത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് മസ്കൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു മുആവിയ റളിയല്ലാഹു തമ്മിലുള്ള ചർച്ചയുണ്ടാകുന്നതും മസ്ലഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തത്. ആ വർഷം ആമുൽ ജമാഅ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 40 ഹിജറയുടെ 40ാമത്തെ വർഷത്തിലാണ് ഇങ്ങനെ ഒരു സംഘടനത്തിൻ്റെ ഒരു കഥയുണ്ടാകുന്നത്, ഇങ്ങനത്തെ ഒരു മസ്ലഹത്തിൻ്റെ കഥയുണ്ടാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത് ഹിജറ 11-നാണ്. അഥവാ 39 വർഷം കഴിഞ്ഞിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പ്രവചനം പുലർന്നു കണ്ടത് എന്നത് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.